ആലപ്പുഴ ഡിസിയിലെ പൊതുദർശനം പൂർത്തിയാക്കി വിഎസിന്റെ ഭൗതികദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ വിഎസിന് ഡിസിയിൽ അന്തിമോപചാരം അർപ്പിച്ചു. കനത്ത മഴയെ അവഗണിച്ച് 10,000-കണക്കിന് ആളുകളാണ് വിഎസിനെ കാണാനായി എത്തിയത്. നേരത്തെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നടന്ന പൊതുദർശനത്തിലും ജനസാഗരം ഒഴുകിയെത്തി. വിഎസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായുള്ള ജനത്തിരക്ക് കാരണം മുൻ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം മാറി മറിയുകയാണ്. വൈകിട്ട് വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള CPIM-ന്റെ മുതിർന്ന നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും ആലപ്പുഴയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ബി ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ ഡിസിയിൽ തന്നെയാണോ തുടരുന്നത്? അവിടെ നിന്ന് ഭൗതികദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പം മുമ്പാണ് വിഎസിന്റെ ഭൗതികദേഹം ഇവിടെ നിന്നും പുറത്തെടുത്തത്. ഇവിടെ നിന്നും പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം CPM-ന്റെ ഉന്നത നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഒട്ടേറെ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് സാക്ഷ്യം വഹിച്ചത്. ഈ വിലാപയാത്ര ഇവിടെ എത്തിയപ്പോഴും കനത്ത മഴയായിരുന്നു. ഈ ഭൗതികദേഹം പോയിട്ടുള്ള ഈ വിലാപയാത്ര ഇവിടുന്ന് തിരിച്ച് റിക്രിയേഷൻ ക്യാമ്പിലേക്ക് തിരിച്ചപ്പോഴും നല്ല മഴയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോഴും ഗേറ്റിന് പുറത്ത് നൂറുകണക്കിന് പേർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചതിനാൽ 5 മണിക്ക് തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തണമായിരുന്നു. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അരമണിക്കൂറായിരുന്നു ഇവിടെ അനുവദിച്ചെങ്കിലും ഏതാണ്ട് 1 മണിക്കൂറോളം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. രാവിലെ മുതൽ തന്നെ കാത്തുനിന്ന ഒട്ടേറെ പേരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിന്റെ അസ്തമയമായാണ് ഓരോരുത്തരും ഇതിനെ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്കും വിപ്ലവ പ്രസ്ഥാനത്തിനും ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിനാകെയും കനത്ത നഷ്ടമാണ് വിഎസിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. 12-ാം വയസ്സിൽ ആരംഭിച്ച തൊഴിലാളി ജീവിതം പിന്നീട് തൊഴിലാളികൾക്ക് വേണ്ടി സമര കാഹളം മുഴക്കുന്ന ഒരു നേതാവിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് ഈ ആലപ്പുഴയാണ്. പ്രത്യേകിച്ചും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഴചേർന്ന ഒരു ബന്ധമാണ് വിഎസിനെ ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരനാക്കി മാറ്റിയതും ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് അടുപ്പിച്ചതിനും പിന്നിലും ഈ ആലപ്പുഴയിലെ വിപ്ലവ പ്രസ്ഥാനത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയ്ക്കും ഒക്കെ വലിയൊരു സ്വാധീനമുണ്ട്. പി കൃഷ്ണപിള്ളയാണ് VS അച്യുതാനന്ദന് പാർട്ടി അംഗത്വം നൽകിയത്. അങ്ങനെ പി കൃഷ്ണപിള്ള കണ്ടെത്തിയ ഒരു യുവാവ് പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ അത്യുന്നത പദവിയിലെത്തുന്നതും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ കടുത്ത വക്താവായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. അതുകൊണ്ട് ആലപ്പുഴ എപ്പോഴും വിഎസിന്റെ ഒരു വലിയ VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം ഇപ്പോൾ ആലപ്പുഴ ഡിസിയിൽ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. വിവരങ്ങൾ ബി ശ്രീകുമാറാണ് നൽകിയത്. ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്.